വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 5 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ സമറൈസിംഗ് എ സെറ്റ് ഓഫ് ഡേറ്റ by one single number, recognize and distinguish between different types of averages, learn to compute different types of averages, draw meaningful conclusions from a set of data, develop an understanding of which type of average would be the most useful in a particular situation. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ ഒട്ടാകെ പഠിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്ന ഒരു വേർഡ് ആയിരിക്കാം, അതായത് ആവറേജസ് അല്ലെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ഒരു കോൺസെപ്റ്റ് ആണ്. ആവറേജസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഏകദേശം അറിയാം അല്ലെ, ആവറേജസ് എന്നറിയത്തില്ലേ പോലും നമുക്ക് ചിലപ്പം ആവറേജ് എന്താണെന്നുള്ളത് അറിയാം അല്ലെ. നമുക്ക് ആവറേജ് മാർക്ക് എത്രയുണ്ട്, ആവറേജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അവനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവനൊരു മിഡിലിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നല്ലേ. അതാണ്ട് ഒത്തിരി ടോപ്പിലും അല്ല, അതേ സ്ഥാനത്ത് ഒത്തിരി ലോയിലും അല്ല, ആള് മിഡിൽ എവിടെയോ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, മിഡിൽ സ്കോർ മേടിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആവറേജസ്. ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരൻസ് ചോദിക്കുകയാണ് മാർക്ക് എത്ര ഉണ്ട് എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് 40 മാർക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് അറിയാൻ പറ്റുമോ ഇത് 40 മാർക്ക് ഔട്ട് ഓഫ് എത്രയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് പിടികിട്ടുള്ളൂ. 40 മാർക്ക് ഔട്ട് ഓഫ് 100 ആണെങ്കിൽ ഇത് ശരിക്കും എന്ത് ടൈപ്പ് ഓഫ് മാർക്കാണ്? ഇത് വളരെ, അതായത് ലോ ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മാർക്ക് പോവുക. 100-ൽ 40 എന്ന് പറയും. അതേ സ്ഥാനത്ത് ഈ 40 മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 50 ആണെങ്കിലോ തീർച്ചയായും ഹൈ ലെവലിലുള്ള ഒരു മാർക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഔട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം അറിയത്തില്ല എങ്കിൽ, എത്രയിൽ നമുക്ക് 40 കിട്ടിയെന്ന് അറിയാൻ മേല എങ്കിൽ നമുക്കിത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇനി അതേ സ്ഥാനത്ത് നമ്മളോട് പറയാണ് ക്ലാസിന്റെ ആവറേജ്, ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാണ് നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ക്ലാസ്സിൽ എത്ര പേര് ജയിച്ചു എന്നുള്ളത് നമ്മൾ നോക്കും അല്ലെ. ക്ലാസ്സിലെ ടോട്ടൽ ആവറേജ് എത്രയാണ്? ഇതൊക്കെ നമ്മുടെ പേരൻസ് ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളാണ്. ക്ലാസ്സിലെ ഏറ്റവും ടോപ്പർക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് എന്ന് നമ്മൾ ചോദിക്കും. ചില പേരൻസ് ചോദിക്കും ടോപ്പർക്ക് 90%, അപ്പൊ നമ്മുടെ കുട്ടിക്ക് കിട്ടിയതാണെങ്കിലോ വെറും 30%. അപ്പം ഇത് മാത്രം ലോ ആണ് നോക്കുക. ഇനി അതേ സ്ഥാനത്ത് നമ്മുടെ കുട്ടിക്ക് കിട്ടിയത് 30 മാർക്സ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും ക്ലാസ്സിലെ ടോപ്പർ ആരാണ്, അവൻ എത്രയാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോഴോ 40 എന്നാണ് പറയുന്നതെങ്കിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കുട്ടിയുടെ നിലവാരം കുറച്ച് നല്ലതാണ് അല്ലെ. 40 ആണ് ഏറ്റവും ടോപ്പ്. ഒന്നെങ്കിൽ പരീക്ഷ പാടായിരിക്കും, നമ്മുടെ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും സ്കോർ ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്താഗതി വരിക. അതേ സ്ഥാനത്ത് ടോപ്പറിന് കിട്ടിയത് 90%, നമുക്ക് കിട്ടിയത് 30% ആണെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് വരുന്ന കൺക്ലൂഷൻ എന്താണ്? നമ്മൾ നന്നായിട്ട് ഉഴപ്പിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ പേരൻസ് കൺസിഡർ ചെയ്യുക. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് പോസിബിൾ ആവുന്നത്? നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നമുക്ക് ഒരു ആസ്പെക്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ കോൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്ന് അതിന്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണ് ആക്ച്വൽ പിക്ചർ എന്നുള്ളത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ആവറേജസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ആവറേജസ് എന്ന് പറയുന്നത് തന്നെ സെയിം ആണ്. ഇതിൽ മൊത്തത്തിൽ നമ്മൾ പഠിക്കേണ്ടത് 3 ടൈപ്സ് ഓഫ് ആവറേജസ് ആണ്, 3 ടൈപ്സ് ഓഫ് ആവറേജസ് ആണ്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് അരിത്തമാറ്റിക് മീൻ, രണ്ടാമത്താണ് മീഡിയൻ, മോഡ്. മീൻ, മീഡിയൻ, മോഡ് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ ചില ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരും, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് പോയിന്റിലോട്ട് പോകാം, അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീൻ, അപ്പം അരിത്തമാറ്റിക് മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ദ സെൻട്രൽ വാല്യൂ ആണ്. ദ സെൻട്രൽ വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഒറ്റവാക്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഒറ്റവാക്കല്ല അല്ലെ, ഒരു കുഞ്ഞൊരു ഫ്രേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇതെന്താണ്? ഒരു സെൻട്രൽ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പറയും ആവറേജ് കണ്ടെത്തുക എന്ന് പറയല്ലേ, അതേ സെയിം സാധനം. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മന്ത്ലി ഇൻകം ഓഫ് 6 ഫാമിലീസ്, അതായത് 6 ഫാമിലികളുടെ മാസ വരുമാനം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയുണ്ട്? ഒരു ഫാമിലിയിൽ 1600, രണ്ടാമത്തെ ഫാമിലിയിൽ 1500, മൂന്നാമത്തെ ഫാമിലിയിൽ 1400, അങ്ങനെ 6 ഫാമിലികളുടെ വേറെ ഫാമിലികളുടെ ഇൻകം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ അരിത്തമാറ്റിക് മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേറൊരു കാര്യം പറയാം, അരിത്തമാറ്റിക് മീനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ബാർ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് കേട്ടോ. സോ അരിത്തമാറ്റിക് മീനിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ബാർ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ്. ഇനി ഇതിനൊരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന്റെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ടൈം കിട്ടുന്ന പോലെ റെഫർ ചെയ്യാം. ഇവിടെ നമ്മൾ ഇത് മാത്രം സ്പീഡിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ ക്രാഷ് കോഴ്സ് പോലെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇതിന്റെ ഒരു ഇക്വേഷൻ ഉള്ളത് എക്സ് ബാർ ഈക്വൽസ് സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി അരിത്തമാറ്റിക് മീനിന്റെ ഇക്വേഷൻ. ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. ബിക്കോസ് ഇക്വേഷൻ ഇല്ലാണ്ട് നമുക്ക് യാതൊരു രീതിയിലും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഇനി എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഇതാണ് അല്ലെ. ഇക്വേഷൻ വളരെ ചെറിയ ഇക്വേഷൻ ആണ്. ഇനി ഇക്വേഷനിൽ 2 എലിമെന്റ്സ് ഉണ്ട് അല്ലെ, സിഗ്മ എക്സും ഉണ്ട്, എൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇനി ഇവ എന്തൊക്കെയാണ്? സിഗ്മ എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ആണ്. സിഗ്മ എക്സ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഇനി അടുത്തത് എൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് 2 എലിമെന്റ്സ്. അപ്പൊ ഈ 2 എലിമെന്റ്സും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു ഫാമിലിക്ക് 1600 ഉണ്ട്, പിന്നെ അടുത്ത ഫാമിലിക്ക് 1500 ഉണ്ട്, 1400 ഉണ്ട്, പ്ലസ് 1525 ഉണ്ട്, പ്ലസ് 1625, ലാസ്റ്റ് ഫാമിലിയിൽ 1630 ഉണ്ട്. ഇതാണ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. എല്ലാ ഒബ്സർവേഷൻസിന്റെയും കൂടി സം അല്ലെങ്കിൽ ടോട്ടൽ ആണ് നമ്മൾ എടുക്കുക. ഇനി ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ എന്ന് കാണുമ്പോഴേ ചാടി എഴുന്നേക്കല്ല, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം എത്ര എണ്ണം ഉണ്ട് എന്നാണ്. അപ്പൊ 1 2 3 4 5 6
6 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് 1547 ആണ് ആവറേജ് ഇൻകം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു ഫാമിലിയിൽ എന്താണ് 1600 ആണ്, ഒരു ഫാമിലിയിൽ 1500 ആണ് അല്ലെ. ഇനി ഒരു ഫാമിലിയിലോ വളരെ കുറവ് 1400. അപ്പൊ നമ്മൾ നോക്കി കഴിയുമ്പോൾ പല രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത് അല്ലെ. ഒരു ഫാമിലി കൂടുതൽ, ഒരു ഫാമിലി കുറവ്, ഒരു ഫാമിലി മീഡിയം, അങ്ങനെ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ആണ്, അതായത് ഈ മിഡിൽ ലൈൻ ആണ് നമ്മൾ നോക്കുന്നത്. ആവറേജ് ഒരു ശരാശരി 6 ഫാമിലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ഏകദേശം ഇത്ര രൂപ വരുമാനമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ഫോർമുല ഉണ്ട് നമ്മളിപ്പോൾ കണ്ടു അല്ലെ. ഇനി ഈ ഫോർമുലകളെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതാണ് അരിത്തമാറ്റിക് മീൻ ഫോർ അൺഗ്രൂപ്ഡ് ഡേറ്റ, അടുത്തതാണ് ഗ്രൂപ്ഡ് ഡേറ്റ. ഓക്കെ, അരിത്തമാറ്റിക് മീൻ നമുക്ക് അൺഗ്രൂപ്ഡ് ഡേറ്റയെ കണ്ടുപിടിക്കാം, അതേപോലെ ഗ്രൂപ്ഡ് ഡേറ്റയും കണ്ടുപിടിക്കാം. ഇനി അൺഗ്രൂപ്ഡ് ഡേറ്റയിൽ തന്നെ എന്തുണ്ട്, 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ആദ്യത്തേതാണ് ഡയറക്ട് മെത്തേഡ്, രണ്ടാമതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്, മൂന്നാമതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ഗ്രൂപ്ഡ് ഡേറ്റയെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, സിമിലർ ആയിട്ടുള്ള രീതിയിൽ. ഫസ്റ്റ് വൺ ആണ് ഡയറക്ട് മെത്തേഡ്, രണ്ടാമത്താണ് അസ്യൂംഡ് മീൻ മെത്തേഡ്, മൂന്നാമത്താണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യുക, ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ഡയറക്ട് മെത്തേഡിൽ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. എക്സ് ബാർ ഈക്വൽസ് സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ. അപ്പം ഇതിൽ എക്സ് ബാർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു. എക്സ് ബാർ സിഗ്മ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഈ 2 എലിമെന്റ് കിട്ടിയാലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, നമുക്ക് ഇതിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് കൂടി സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളോട് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇപ്പം എക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് എക്കണോമിക്സ് എക്സാമിൽ ഒരു കുട്ടിക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കിട്ടിയ മാർക്സ് ആണ് ഈ എഴുതുന്നത്. ആദ്യത്തെ കുട്ടി കിട്ടി 40 മാർക്സ്, അടുത്ത കുട്ടിക്ക് 50 മാർക്സ്, അടുത്ത ആൾക്ക് 55, 78, 58, ഇങ്ങനെയൊക്കെയാണ് 5 ആൾക്കാരുടെ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സീരീസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സീരീസിനെ പറ്റി പരിചയപ്പെടുത്തി തരാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഓരോ വ്യക്തിക്കും കിട്ടിയ മാർക്സ് ഇവിടെ ക്ലിയർ ആണ്. ആദ്യത്തെ കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ റോൾ നമ്പർ വൈസ് ആയിരിക്കും. റോൾ നമ്പർ 1 കിട്ടിയത് 40 മാർക്ക്, റോൾ നമ്പർ 2 കിട്ടിയത് 50 മാർക്ക്, അങ്ങനെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എക്സ് ബാർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ആഡ് ചെയ്യും. ഇങ്ങനെ വരും 40 പ്ലസ് 50 പ്ലസ് 55 പ്ലസ് 78 പ്ലസ് 58 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്രയുണ്ട്, 1 2 3 4 5. അപ്പൊ ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് കിട്ടുന്ന മാർക്സ് ആണ് 56.2 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ മാർക്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ടോട്ടൽ ആവറേജ് മാർക്ക് എത്രയുണ്ട്. 5 കുട്ടികൾക്ക് എക്കണോമിക്സിൽ കിട്ടിയ സ്കോർ എന്ന് പറയുമ്പോൾ ആവറേജ് 56.2 ഉണ്ട്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ അസ്യൂംഡ് മീൻ മെത്തേഡിന്റെ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അസ്യൂംഡ് മീൻ മെത്തേഡിന് ചെറിയൊരു കോംപ്ലക്സിറ്റി ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ എങ്ങനെയാണ്, എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ എന്നാണ് വരിക. എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. ഇനി ഇവിടെ എ എന്താണ്, എക്സ് ബാർ എന്താണെന്ന് നമുക്കറിയാം, അത് അസ്യൂംഡ് മീൻ ആണ്. എ എന്ന് പറയുന്നത് അസ്യൂം ചെയ്യുന്ന ഒരു മീൻ വാല്യൂ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ 5 വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അസ്യൂംഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ അല്ലെ. ഇതിൽ നമ്മൾ മിഡ് വാല്യൂ ആയിട്ട് ഒരെണ്ണത്തിന് നമ്മൾ സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ 5 വാല്യൂസ് ആണെങ്കിൽ ഇവനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരു 6 വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നെങ്കിലോ നമുക്ക് ചിലപ്പം മിഡ് വാല്യൂ ആയിട്ട് ഇവനെ എടുക്കാം, അതല്ലെങ്കിൽ ഇവനെ എടുക്കാം. ഓക്കെ, അതെ. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരെണ്ണം നമ്മൾ ഊഹിക്കുവാണ്, അസ്യൂം ചെയ്തെടുക്കുകയാണ്. അസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ ഊഹിക്കുക എന്നാണ് അർത്ഥം. ഇവൻ മീൻ ആയിരിക്കും എന്നുള്ള ഊഹിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ഓക്കെ, സോ അസ്യൂംഡ് മീൻ. ഇനി അടുത്തതാണ് ഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സിഗ്മ ഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിന്റെ ഒക്കെ ടോട്ടൽ ആണ് നമുക്കറിയാം അല്ലെ. ഇനി ഡി എന്താ സാധനം, ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഡീവിയേഷൻ ഫ്രം അസ്യൂംഡ് മീൻ ആണ്. അപ്പൊ നമ്മളൊരു അസ്യൂംഡ് മീൻ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നു, അതിൽ നിന്ന് മറ്റ് വാല്യൂസിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ഡിഫറൻസ്, അതായത് എക്സ് മൈനസ് എ എന്ന് ഓർത്തിരിക്കുക. അസ്യൂംഡ് മീൻ വാല്യൂ മൈനസ് എക്സിന്റെ വാല്യൂ, അതാണ് ഡി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് നമുക്കറിയാം എ അറിയാം, സിഗ്മ ഡി എന്താണെന്ന് മനസ്സിലായി. ഇനി എൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം, ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റോൾ നമ്പറും മാർക്സുമാണ്. ഓക്കെ, അപ്പൊ റോൾ നമ്പർ നമുക്ക് എടുക്കാം 1 2 3 4 5 6 7 8 9 and 10. 10 കുട്ടികളുടെ റോൾ നമ്പേഴ്സ് എടുത്തു. അവരുടെ മാർക്സ് നമുക്ക് എഴുതാം 30 40 50 60 70 80 50 70 90 50. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റോൾ നമ്പർ 1 കിട്ടിയത് 30, 2 കിട്ടിയത് 40. അപ്പൊ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എക്സ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഈ ഇക്വേഷൻ ഓർക്കുക. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ എലിമെന്റ്സിനെ കണ്ടുപിടിക്കുക. ഏറ്റവും ആദ്യത്തെ എലിമെന്റ് ആണ് എ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഒരു മിഡ് വാല്യൂ ആവണമെന്ന് മാത്രം. അപ്പൊ നമ്മൾ നോക്കിയാൽ 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മിഡ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതായിരിക്കും, 5 വേണമെങ്കിൽ നമുക്ക് എടുക്കാം, 4 വേണമെങ്കിൽ എടുക്കാം, 6 വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തൽക്കാലം നമുക്ക് 60 വേണമെങ്കിൽ എടുക്കാം, 4 വേണമെങ്കിൽ എടുക്കാം. ഈ 4 വേണമെങ്കിൽ മിഡ് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 5 വെച്ച് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് 6 വെച്ചും ട്രൈ ചെയ്യാം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ വരുള്ളൂ. ബിക്കോസ് ഇത് മിഡ് വാല്യൂ എന്ന് കറക്റ്റ്ലി പറഞ്ഞാൽ 5 ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ ഇതാണെന്ന് ഊഹിക്കുകയാണ്. അപ്പൊ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് മിഡ് വാല്യൂന്റെ അടുത്തായതുകൊണ്ട് ആൻസർ എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ 9 ആണ് എടുക്കുന്നതെങ്കിൽ അത് മിഡ് വാല്യൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ മിഡ് വാല്യൂന് അടുത്ത് വരുന്ന വാല്യൂ
വാല്യൂസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ നമ്മൾ ഇവിടെ ഇവനെയാണ് സെലക്ട് ചെയ്യുക, 4നെ സെലക്ട് ചെയ്യുകയാണ്. 4ന്റെ ഫ്രീക്വൻസി വരുന്നത് 60 ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എക്സ് എന്ന് കണക്ക് കൂട്ടുക. ഇതാണ് നമ്മുടെ എക്സ്. ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി ആണ്. ഡി ഈക്വൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് മൈനസ് എ. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ എന്താണ്? നമ്മൾ എയുടെ വാല്യൂ അസ്യൂംഡ് മീൻ 60 ആണെന്ന് പറഞ്ഞു അല്ലേ? 60 മൈനസ് 30, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 30 ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് 30 മൈനസ് മിഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് 60 ആണ്. അപ്പൊ 60 എത്ര വരും? മൈനസ് 30 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കാൽക്കുലേഷൻ ഇതിന്റെ അകത്ത് എഴുതണമെന്നില്ല, ഇത് ജസ്റ്റ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിവിടെ തൽക്കാലം ഞാൻ ഇറേസ് ചെയ്തേക്കാം, അതല്ലെങ്കിൽ നമ്മൾ എക്സാമിലും അതേപോലെ തന്നെ എഴുതാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി കാൽക്കുലേഷൻസ് സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? ആദ്യത്തെ ഡി വാല്യൂ കിട്ടി. ഇനി അടുത്തത് 40 മൈനസ് ഇതിന്റെ കാൽക്കുലേഷൻ ഇവിടുത്തെ കാണിക്കാം. 40 മൈനസ് 60 ഇതാണ് നമ്മുടെ മിഡ് വാല്യൂ അല്ലെ? അപ്പൊ ഈ മിഡ് വാല്യൂനെ നമ്മൾ എന്തെടുക്കുന്നു? മിഡ് വാല്യൂ 40 മൈനസ് 60. അപ്പൊ എത്ര വരും? മൈനസ് 20. ഇനി ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. 50 മൈനസ് 60 മൈനസ് 10 വരും. ഇനി 60 മൈനസ് 60 ആണെങ്കിലോ 0 എന്ന് വരും ഇവിടെ. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് വാല്യൂസ് ആണ്. 10, 80 മൈനസ് 60 20. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 50 മൈനസ് 60 മൈനസ് 10, അടുത്തത് 70 മൈനസ് 60 പ്ലസ് 10, പിന്നെ അതേപോലെ അടുത്തത് എന്താണ്? നമ്മുടെ പ്ലസ് 30 മൈനസ് 10. അപ്പൊ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇതാണ് അടുത്ത ഒരു ട്രാപ്പ്. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ 30, 20, 10 ഇതെല്ലാം മൈനസും പ്ലസും എല്ലാം കൂടി കലർന്ന് കിടക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ പോസിറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, പോസിറ്റീവ് നമ്പേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര വരും? ഇപ്പം പോസിറ്റീവ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 10 ഉണ്ട്, 20 ഉണ്ട്, പിന്നെ ഇവിടെ വീണ്ടും 10 ഉണ്ട്, 30 ഉണ്ട് അല്ലെ? അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. 30 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 10. അതിൽ നിന്ന് ബാക്കി എല്ലാം അങ്ങോട്ട് മൈനസ് ചെയ്യുക. മൈനസ് 30 മൈനസ് 20 മൈനസ് 10 മൈനസ് 10 മൈനസ് 10. അങ്ങനെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സിഗ്മ ഡി ഈക്വൽസ് മൈനസ് 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് സിഗ്മ ഡിന്റെ വാല്യൂ. ഇനി നമുക്ക് എന്തുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 10. ഓക്കെ, ഈ ക്വസ്റ്റനിൽ 10 ആണ്. അപ്പൊ നമുക്ക് നേരെ ഇനി ഇക്വേഷന്റെ എലിമെന്റ്സ് ഒക്കെ കിട്ടി ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ഈക്വൽസ് എ എന്ന് പറയുന്നത് അർത്ഥമാറ്റിക് അസ്യൂംഡ് മീൻ ആണ്. അപ്പൊ അത് എത്രയാണ്? നമ്മൾ കണ്ടായിരുന്നു 60 ആണ് നമ്മൾ എടുത്തിരുന്നത് അല്ലെ? 60 പ്ലസ് സിഗ്മ ഡി എത്രയാണ്? മൈനസ് 10. മൈനസ് 10 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 10. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്ലസും മൈനസും ഒക്കെ നമ്മൾ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 60 മൈനസ് 1 എന്ന് അല്ലെ? അപ്പൊ എത്ര വരും? 59 എന്ന് വരും. അപ്പം ഇതാണ് നമ്മുടെ അർത്ഥമാറ്റിക് മീൻ അണ്ടർ അസ്യൂംഡ് മീൻ മെത്തേഡ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് ആണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അൺഗ്രൂപ്ഡ് ഡേറ്റയിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കാണാം. എന്താണ്? എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം? തൊട്ട് മുന്നിലത്തെ ഇക്വേഷനുമായിട്ട് എന്താണ് സിമിലാരിറ്റി ഉണ്ട് അല്ലെ? പക്ഷേ അവിടെ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? എ പ്ലസ് രണ്ട് കറക്റ്റ് ആണ്. എ പ്ലസ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. സിഗ്മ ഡി ഇവിടെയും സിഗ്മ ഡി ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഒരു കോമ പോലത്തെ കണ്ടോ? അതെ, അതാണ് സിഗ്മ ഡി ഡാഷ് എന്ന് പറയും. അപ്പം സിഗ്മ ഡി എന്ന് പറയുന്നത് ഇതും സിഗ്മ ഡി ഡാഷ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി ആ ചെറിയൊരു കോമ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ശരിക്കും വെറുതെ നമുക്കൊരു കോമ ഇടുന്നതല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് കാൽക്കുലേഷൻ നമുക്ക് അതിൻ്റെതായ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സിഗ്മ ഡി ഉണ്ട്, അതിന് സിഗ്മ ഡി ഡാഷ് ആക്കി. ഇനി ഡിവൈഡഡ് ബൈ എൻ ആയിരുന്നു അസ്യൂംഡ് മീൻ മെത്തേഡിലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷനിലും ഡിവൈഡഡ് ബൈ എൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇനി വേറെ സാധനം കൂടി ഉണ്ട് ഇവിടെ പുതുതായിട്ട് അല്ലെ? എന്താണ്? സി എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് കോമൺ ഫാക്ടർ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷന്റെ എലിമെന്റ്സിനെ ഒന്ന് ഇങ്ങോട്ട് എഴുതിയേക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? എ എന്ന് പറയുന്നത് നമ്മുടെ അസ്യൂംഡ് മീൻ ആണെന്ന് അറിയാം. ഇനി നമ്മുടെ സിഗ്മ ഡി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? എക്സ് മൈനസ് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനിൽ നിന്ന് എക്സിന്റെ വാല്യൂയുടെ വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഡി എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ഡിഫറൻസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇനി നമുക്ക് വേണ്ടി ഡി ആണോ? അല്ല, നമുക്ക് വേണ്ടിയത് ഡി ഡാഷ് ആണ് അല്ലെ? ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ സി ആണ്. അതായത് നമുക്ക് അതിനെ വേറെ രീതിയിൽ എഴുതാൻ വേണമെങ്കിൽ എങ്ങനെയാണ്? ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് മൈനസ് എ അല്ലേ? അപ്പൊ നമുക്ക് ഇവനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി. ഇനി ഇതിന്റെ അകത്ത് സി എന്താണ്? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ. ഇനി ഇവിടുത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൻ എത്രയാണോ അത് തന്നെയാണ് കോമൺ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ചില സാഹചര്യത്തിൽ നമ്മുടെ ഒബ്സർവേഷൻ, നമ്മുടെ സീരീസ് എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് പറയാം. അതായത് നമ്മുടെ ഡേറ്റ നമുക്ക് കിട്ടിക്കുന്നത് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിലാവാം, അതല്ല എങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിലാവാം, അതല്ല എങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ ആവാം. ഓക്കെ, അപ്പം നമ്മുടെ ഡേറ്റനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ എക്സാമ്പിൾ ആണ് റോൾ നമ്പറും മാർക്സും. ഓക്കെ, ഇവരുടെ റോൾ നമ്പറും മാർക്സും. അപ്പൊ ഇതിൽ റോൾ നമ്പർ 1, 2, 3, 4 അവന് കിട്ടിയ മാർക്ക് 20, 10, 15 അല്ലെ 40 അങ്ങനെ. അപ്പൊ നമുക്ക് ഇതിന് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡേറ്റ നമുക്ക് അറിയാൻ പറ്റും. റോൾ നമ്പർ 3 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ അറിയാൻ പറ്റും ഇന്ന ആൾക്ക് ഇത്ര. റോൾ നമ്പർ 10 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും റോൾ നമ്പർ 10 മാർക്ക് ഇത്ര എന്നറിയാൻ പറ്റും. ഓരോ ഇൻഡിവിജ്വൽസിന്റെ മാർക്സ് നമുക്കിവിടെ ഡേറ്റ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇവിടെ ഫ്രീക്വൻസി ആണ് വരിക. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്ര തവണ എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? 10 മാർക്ക് മേടിച്ചവർ എത്ര പേരുണ്ട്? 5 പേര്.
ഇനി 20 മാർക്ക് മേടിച്ചവർ 4 പേര്, 30 മാർക്ക് മേടിച്ചവർ 8 പേര്, അങ്ങനെയാണ് ഡേറ്റ തന്നിരിക്കുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ. ഓക്കെ, അപ്പം ഈ 10 മാർക്ക് മേടിച്ചത് ആർക്കൊക്കെ എന്നല്ല നമ്മളിവിടെ ചോദിക്കുന്നത്. അതിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പക്ഷേ പറ്റിയല്ല. നമുക്ക് ആകെ അറിയാൻ പറ്റുന്ന 5 ആൾക്കാർക്ക് കിട്ടി എന്നുള്ളതേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി 30 മാർക്ക് മേടിച്ചത് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അത് ഇൻഡിവിജ്വൽ സീരീസിലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര തവണ എത്ര ഫ്രീക്വൻസി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. 8 ആൾക്കാർക്ക് 30 മാർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് ഡിസ്ക്രീറ്റ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി. അവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇക്വേഷൻസിലൊക്കെ മാറ്റം വരും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ എന്തുണ്ട്? ഫ്രീക്വൻസിയും. ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഇതുപോലെ തന്നെയാണ്, ഏകദേശം സിമിലർ ആണ്. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മാർക്സ് കൊടുത്തിരിക്കുന്നത് ഒരു റേഞ്ച് അനുസരിച്ചാണ്. അതായത് ഒരു ലോവർ റേഞ്ച് കാണും, ഒരു അപ്പർ വാല്യൂ കാണും. അതിന് നമ്മൾ L1 L2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണക്ക് കൂട്ടും. ഓക്കെ, ലോവർ വാല്യൂവിന് N1 എന്ന് പറയും, അപ്പർ വാല്യൂടെ L2 എന്നും നമ്മൾ പറയും. ഇനി നമ്മൾ ഈ വാല്യൂസിന്റെ ഇടയിലായിരിക്കും നമ്മൾ മാർക്കുകൾ നോക്കുന്നത്. അപ്പോൾ 0 തൊട്ട് 10 മാർക്ക് മേടിച്ചവർ എത്ര എന്ന് ചോദിച്ചാൽ 5 പേരായിരിക്കും. അപ്പോൾ അതിൽ ഈ 5 പേരിൽ എന്താണ് 0 മേടിച്ച ആളും വരും, 5 മേടിച്ച ആളും വരും, 8 മേടിച്ച ആളും വരും, 9 മേടിച്ച ആളും ഇതിന്റെ അകത്ത് വരും. മനസ്സിലായില്ലേ? ഇനി 10 തൊട്ട് 20 മാർക്ക് മേടിച്ചവർ എത്ര? 4 പേര് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് 10 മേടിച്ച മാർക്ക് മേടിച്ച ആളും വരും, 12 മേടിച്ചവരും വരും, 16 മേടിച്ചവരും വരും, 19 മേടിച്ചവരും വരും. മനസ്സിലായില്ലേ? അപ്പം 10ന്റെ ഇടയിൽ 10ന്റെ 20ന്റെ ഇടയിൽ വരുന്ന മാർക്കുള്ളവരെല്ലാവരും ഈ ഒരു സിസ്റ്റത്തിൽ വരും. അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക അവിടെ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ടോ, അതായത് 0 തൊട്ട് 10 വരെ, 10 തൊട്ട് 20, 20 തൊട്ട് 40 അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് കണ്ടിന്യൂസ് സീരീസിലുള്ളതാണ്. ഇനി ഇതൊക്കെ എന്താ പറയാൻ കാരണം എന്താണ്? ഇപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് അതേപോലത്തെ റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ്. ഇപ്പം നമ്മളിവിടെ സി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വൽ സീരീസിലാണ് നമ്മുടെ ഡേറ്റ തന്നിരിക്കുന്നതെങ്കിൽ അവിടുത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ n തന്നെ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നെ ആയിരിക്കും സി എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലോ കണ്ടിന്യൂസ് സീരീസിലൊക്കെയാണ് നമ്മുടെ ഈ സി കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ക്ലാസിന്റെ ആ ഒരു വാല്യൂ ആണ് നമ്മൾ നോക്കുക. ക്ലാസിന്റെ ഇന്റർവൽ, ഫോർ എക്സാമ്പിൾ 0 തൊട്ട് 10 വരെ മാർക്ക് മേടിച്ചവർ, 10 തൊട്ട് 20 വരെ മേടിച്ചവർ, ഇതുപോലെയാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം പോകുന്നതെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10. അപ്പം സി ഈക്വൽ ടു 10 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മളോട് പറയാണ് 10 to 15, പിന്നെ 15 to 20, 20 to 25, ഇതുപോലെയാണ് നമ്മുടെ ഡേറ്റ പോകുന്നെങ്കിലോ സിയുടെ വാല്യൂ വരും 5. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റൻ, ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ പ്രീവിയസിന്റെ ആ ഒരു, അതായത് തൊട്ട് മുന്നേ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ 2 വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതാകുമ്പോഴേക്ക് നമുക്ക് ഫുൾ ക്വസ്റ്റൻ സോൾവ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഈ ക്വസ്റ്റനിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. എന്താണ്? നമുക്ക് ഡിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡിയുടെ വാല്യൂ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതാണ് നമ്പർ ഓഫ് ഫാമിലീസ്. എത്ര ഫാമിലീസ് ഉണ്ട് നമ്മൾ കണ്ടു? 10 ഫാമിലീസ് ഉണ്ട്. ABCDEFGHIJ വരെയാണ്. അവരുടെ വീക്ക്ലി ഇൻകം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ വീക്ക്ലി ഇൻകം. ഇനി ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൽ നമ്മൾ അസ്യൂംഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അത് എത്രയായിരുന്നു? അസ്യൂംഡ് മീൻ ആയിരുന്നു 850 അല്ലെ. 850 ആയിരുന്നു അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഡി എന്ന് പറയുമ്പോൾ x മൈനസ് എ ആണെന്ന് അറിയാം. അപ്പം x മൈനസ് എ നമ്മൾ കണ്ടുപിടിച്ചു. ഡിയുടെ വാല്യൂസ് ഒക്കെ ഇതാ കിട്ടി. ഡിയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 2660 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡി കിട്ടിയാൽ മതിയോ? നമ്മുടെ ഈ ഇക്വേഷൻ പ്രകാരം ഡി കിട്ടിയാൽ പോരാ. നമുക്ക് എന്ത് വേണം? ഡി ഡാഷ് എന്ന് പറഞ്ഞ സാധനം വേണം അല്ലെ. ഡി ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡി ബൈ സി ആണെന്ന് നമുക്കറിയാം. ഡിയുടെ വാല്യൂ ആണ് 2660 എന്ന് നമുക്കറിയാം. ഇനി ഇവിടുത്തെ സി എന്താണ്? സി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് ഫാമിലീസ് എത്രയാ? 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിയുടെ വാല്യൂ ആണ് 10. അപ്പം 2660 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 266 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഡി ഡാഷിന്റെ വാല്യൂ ആണ് 266. പിന്നെ സിയുടെ വാല്യൂ കിട്ടി, ഡിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബാർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? എ പ്ലസ് എ എന്ന് പറയുന്നത് 850 പ്ലസ് ഡി ഡാഷ് ബൈ എൻ. ഡി ഡാഷിന്റെ ഇക്വേഷൻ എത്രയാണ്? നമ്പർ എത്രയാണ്? 266 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10. അപ്പൊ ഇതിനൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും 1116 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് എന്ത്? നമ്മുടെ അരിത്തമാറ്റിക് മീൻ ആസ് പെർ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ്ഡ് ഡേറ്റയെ നമ്മൾ എങ്ങനെ സ്റ്റഡി ചെയ്യാം എന്നുള്ളതാണ്. ഗ്രൂപ്പ്ഡ് ഡേറ്റ, അതായത് നമുക്കറിയാം അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുണ്ട്, ഗ്രൂപ്പ്ഡ് ഡേറ്റയുണ്ട്. അൺഗ്രൂപ്പ്ഡിന്റെ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇനി ഗ്രൂപ്പ്ഡ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ്ഡ് ഡേറ്റയിലും ഇതേപോലെ തന്നെയാണ്. നമുക്ക് അതിനൊന്ന് എഴുതാം. ആദ്യമേ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അസ്യൂംഡ് മീൻ മെത്തേഡ് ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമേ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് x ബാർ ഈക്വൽസ് സിഗ്മ എഫ് എക്സ്, എഫ് ഇൻറ്റു എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അത് ഏതിലാണ്? ഡയറക്റ്റ് മെത്തേഡിന്റെ ആണ് കേട്ടോ. ഇനി അടുത്തായിട്ട് അസ്യൂംഡ് മീൻ മെത്തേഡിന്റെ എഴുതാം. x ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. അപ്പം ഡി എന്താണ്, എഫ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് കൂടി നമുക്ക് കണ്ടേക്കാം. അതായത് എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ എഫ് ഇൻറ്റു ഡി ഡാഷ് എഫ് ഡി ഡാഷ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇക്വേഷനുകളൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് നോക്കുക. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റെപ്പ് ഗ്രൂപ്പ്ഡ് ഡേറ്റയും അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഉണ്ടെന്ന് മാത്രമാണ് നമ്മുടെ ഇക്വേഷൻസിൽ കൂടി നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡേറ്റയിലെ ഏറ്റവും ആദ്യത്താണ് ഡയറക്റ്റ് മെത്തേഡ്. അതായത് എക്സ് ബാർ ഈക്വൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്കറിയാം സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ അതായത് ഇക്വേഷന്റെ എലിമെന്റ്സ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. റൈറ്റ്. അപ്പം സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഫ്രീക്വൻസിയാണ്. ഇനി എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ്, ഏത് ഡേറ്റയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. പിന്നെ സിഗ്മ എഫ് എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ്. എൻ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്.
അല്ലെ. n എന്ന് പറയുന്നതും സിഗ്മ എഫ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയാണ് സൈസ് ഓഫ് ഷൂ, പിന്നെ നമ്മളോട് പറയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സൈസ് ഓഫ് ഷൂ ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. നോക്കാം, നമ്മുടെ ഗ്രൂപ്പ് ഡേറ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ആയിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യത്താണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിലെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കാണാം x ബാർ ഈക്വൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന്. ഇതിന്റെ അകത്ത് എലിമെന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി, എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റിൽ തന്നെ കൊടുത്തിരിക്കും. ഇനി സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ എഫുകളുടെ ടോട്ടൽ, അതായത് ഒബ്സർവേഷൻസിന്റെ ടോട്ടൽ, അതിനെ നമ്മൾ n എന്നും വിളിക്കും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു എക്സാമ്പിൾ വഴിയാണ്. സൈസ് ഓഫ് ദ ഷൂ ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ്, ഡേറ്റ ഡിസ്ക്രീറ്റ് സീരീസിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാം സൈസ് ഓഫ് ഷൂ കൊടുത്തിരിക്കുന്നത് 4, 8, 12, 16, 20. ഇതാണ് നമ്മുടെ സൈസ് ഓഫ് ഷൂ കൊടുത്തേക്കുന്നത്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 6, 12, 18, 15, 9. അപ്പോൾ ഇതൊക്കെയാണ്, അതായത് സൈസ് ഓഫ് ഷൂ 4 ഉള്ളത് എത്ര പേർക്കാണ്, 6 കുട്ടികൾക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതാണ് ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇത് എന്തായിരിക്കും, സൈസ് ഓഫ് ഷൂ എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷനിൽ എലിമെന്റ്സ് ഉണ്ടോ, എഫ് ഉണ്ടോ, എക്സ് ഉണ്ടോ, ഉണ്ട്, രണ്ടും ഉണ്ട് അല്ലെ. ഇനി നമുക്ക് എഫും എക്സും കൂടി കിട്ടിയാൽ മതിയോ, ഇല്ല. സിഗ്മ എഫ് എക്സ്, അതായത് എഫ് ഇൻറ്റു എക്സ് എന്നുള്ളതിന്റെ ടോട്ടൽ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കോളം നമ്പർ 1ഉം കോളം നമ്പർ 2ഉം കൂടി എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എഫ് എത്ര വരും, 4 × 6 24, ഇനി 8 × 12, അങ്ങനെ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇനി നമുക്കറിയാം നമുക്ക് ഇക്വേഷനിൽ വേണ്ട അടുത്ത എലിമെന്റ് ആണ് സിഗ്മ എഫ്, അതായത് എഫുകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ. ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1, 2, 3, 4, 5 എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ എന്താണ് സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, എഫുകളുടെ ടോട്ടൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാം ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിലാണ് നമുക്ക് എന്താ പറയുക, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് n = 5 എന്ന് എഴുതാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഡേറ്റ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സിഗ്മ എഫ് എന്ന് തന്നെ നമ്മൾ എടുക്കും. അപ്പോൾ സിഗ്മ എഫ് അല്ലെങ്കിൽ n എന്ന് നമുക്ക് പറയാമല്ലോ അല്ലെ. അപ്പം ഇത് എന്താണ്, 60 ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ടോട്ടൽ, എഫുകളുടെ ഒക്കെ 60. ഇനി അടുത്ത നമുക്ക് ഇക്വേഷനിൽ വേണ്ട എലിമെന്റ് ആണ് സിഗ്മ എഫ് എക്സ്, അതായത് എഫ് എക്സുകളുടെ ടോട്ടൽ. ഇനി അത് എത്രയാണ്, ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 756 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇക്വേഷനിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ എഫ് എക്സ് ബൈ n എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ എഫ് എക്സ് ഈക്വൽ 756 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും 12.6 എന്ന്. അപ്പോൾ നമ്മുടെ therefore നമ്മുടെ അരിത്തമാറ്റിക് മീൻ എത്രയാണ്, 12.6 ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഗ്രൂപ്പ് ഡേറ്റയെ നമ്മൾ സോൾവ് ചെയ്യുക അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഇനി നമുക്കറിയാം അസ്യൂംഡ് മീൻ മെത്തേഡിൽ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് ഇക്വേഷന്റെ എലിമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. എ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അസ്യൂംഡ് മീൻ ആണെന്ന് അറിയാം, അസ്യൂംഡ് മീൻ ആണ്. ഇനി അടുത്തതാണ് സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീക്വൻസികളുടെ ടോട്ടൽ ആണ്. ഓക്കെ, സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീക്വൻസികളുടെ ടോട്ടൽ ആണ്. ഇനി ഡി നമുക്ക് എന്താണ്, ഡി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഡീവിയേഷൻ ആണ്, എക്സ് മൈനസ് എ. അസ്യൂംഡ് മീനിൽ നിന്ന് എക്സിന്റെ ഓരോ വാല്യൂസും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഡി. ഇനി ഈ ഡിയും എഫും സെപ്പറേറ്റ് അല്ല നമുക്ക് വേണ്ടിയത്. ഇക്വേഷനിൽ എന്താണ് കണ്ടിരിക്കുന്നത്, എഫ് ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ എഫും ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ബേസിക് ലോജിക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇക്വേഷൻ പഠിച്ചിരിക്കുക, ഇക്വേഷന്റെ എലിമെന്റ്സ് ഓരോന്നും കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷനിലോട്ട് നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി മൂന്നാമതാണ് എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. നേരത്തെ കണ്ട സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിന് തന്നെ ഒരു വേരിയേഷൻ ആണ് അല്ലെ. ഇവിടെ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു പുതിയ സാധനം മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ എലിമെന്റ്സും ഇവിടെ സെയിം തന്നെ. എ എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്യൂംഡ് മീൻ ആണെന്ന് അറിയാം. ഇനി ഡി എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് മൈനസ് എ ആണ്. ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ സി ആണെന്ന് അറിയാം. ഇനി സി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണെന്ന് മനസ്സിലായി. ഇനി എഫ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ആണെന്ന് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, ഇക്വേഷന്റെ എലിമെന്റ്സ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അസ്യൂംഡ് മീൻ മെത്തേഡിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും തന്നേക്കാണ് എന്താ, സൈസ് ഓഫ് ഷൂവും പിന്നെ അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് സ്റ്റുഡൻസുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അതെന്താണ്, ഓൾവേസ് ഫ്രീക്വൻസി ആണ്. സൈസ് ഓഫ് ഷൂ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ. അപ്പോൾ സൈസ് ഓഫ് ഷൂ ഏതൊക്കെയുണ്ട് നമ്മൾ എഴുതിയായിരുന്നു, 4, 8, 12, 16, 20. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയുണ്ട്, 6, 12, 18, 15, 9. അപ്പോൾ ഇത്രയുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് വേണം, ഇക്വേഷന്റെ എലിമെന്റ്സ് എന്തൊക്കെയാണ്, എഫ് നമ്മൾ എടുത്തുകൊണ്ട് അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്ന ഏത് മിഡ് വാല്യൂ ആണ്, 1, 2, 3, 4, 5 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മിഡ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ എടുക്കാം അല്ലെ, മിഡ് വാല്യൂ വേണമെങ്കിൽ ഇതിനെ എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്നത് എന്താണ്, എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ്. അപ്പം എക്സ് മൈനസ് അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര വരും, 4 - 12. അപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻസ് ഇവിടെ എഴുതുന്നേ ഉള്ളൂ, പക്ഷേ അത് നമ്മുടെ ആൻസർ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഡയറക്ട്ലി എഴുതിയാൽ മതി. 4 - 12 അല്ലെ. 4 ആണ് നമ്മൾ ആദ്യത്തെ എക്സിന്റെ വാല്യൂ, അസ്യൂംഡ് മീൻ 12. അപ്പം ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന അസ്യൂംഡ് മീൻ. അപ്പോൾ എത്ര വരും, 4 - 12 -8 എന്ന് വരും. ഇനി അടുത്തത് 8 - 12. 8 - ഇതാണ് കേട്ടോ, ഇത് വെച്ചാണ് നമ്മൾ എല്ലാത്തിനെയും കമ്പയർ ചെയ്യുന്നത്. ഇനി 8 - 12 എന്ന് പറയുമ്പോൾ എത്ര വരും, അതാണ് -4. അടുത്തത് 12 - 12 അസ്യൂംഡ് മീനിന്റെ തന്നെ ആയതുകൊണ്ട് 0 വരും. ഇനി അടുത്തത് എന്താ, 16 - 12
4 ഇത് പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് 20 മൈനസ് 12 പ്ലസ് 8. ഇനി നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും -8 -4 അങ്ങനെ തുടങ്ങരുത്. പോസിറ്റീവ്സിനെ ആദ്യമേ ആഡ് ചെയ്യുക. 8 + 4 -4 -8 ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുക. ദാറ്റ് വി ഗെറ്റ് 0. ഇനി നമുക്ക് അടുത്ത എന്താണ് സിഗ്മ ഡി കിട്ടേണ്ട ആവശ്യമില്ല അല്ലെ. സിഗ്മ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇക്വേഷനിലെങ്കിലും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അടുത്തത് നമുക്ക് എഫ് ഡി കണ്ടുപിടിക്കണം അല്ലെ. എഫ് ഇൻറ്റു ഡി, അതായത് ഏത് കോളാണ്? രണ്ടാമത്തെ കോളവും പിന്നെ ഈ മൂന്നാമത്തെ കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 6 × 8. അപ്പം മൈനസ് ഫിഗേഴ്സ് ആയതുകൊണ്ട് -48 0 + 60 72. ഇനി നമുക്കറിയണം സിഗ്മ എഫ് ഡി നമുക്ക് വേണം അല്ലെ. ഇക്വേഷനിൽ അത് വേണം. അപ്പം സിഗ്മ എഫ് ഡി എത്രയാണ്? എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. ആഡ് ചെയ്യേണ്ടത് ആദ്യമേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മൈനസ്. അപ്പം നമുക്ക് കിട്ടുന്ന സിഗ്മ എഫ് ഡി എന്ന് പറയുമ്പോൾ 36 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ ഒന്നുകൂടി നമ്മൾ എഴുതുക. എന്താ? a + സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് എന്ന് എഴുതുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്തോട്ടുള്ള വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ്? a 12 ആണെന്ന് നമുക്കറിയാം. സിഗ്മ എഫ് ഡിയുടെ വാല്യൂ 36 ആണെന്ന് അറിയാം. സിഗ്മ എഫ് അതായത് എഫുകളുടെ ടോട്ടൽ അത് നമ്മൾ കണ്ടുപിടിച്ചില്ല അല്ലെ. എഫുകളുടെ ടോട്ടൽ ആണ് 60 എന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു 60. അപ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും 12 + 0.6 എന്ന് വരും. അപ്പം ഓൾ ടുഗദർ 12.6 എന്നാണ് നമ്മുടെ എക്സ് ബാറിന്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കണ്ടിന്യൂസ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? കണ്ടിന്യൂസ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് റേഞ്ച് ആണ് കൊടുക്കുക. അതായത് 0 to 10 മാർക്ക് മേടിച്ചവർ എത്ര എന്ന് ചോദിക്കുമ്പോൾ 3 പേര്, 10 to 20 മേടിച്ചവർ എത്ര 4 പേര്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ റേഞ്ച് ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊക്കെയാണ് ഡ്രസ്സ് മേടിക്കാൻ ചെല്ലുമ്പോൾ 500 to 1000 രൂപയുടെ ഇടയിലുള്ള ഷർട്ടാണ് ചോദിക്കുന്നത്. അപ്പം കടക്കാരൻ നമുക്കൊരു 2000 റുപ്പീസിന് മേടിച്ചുകൊണ്ട് വന്നാലോ, ഷർട്ട് കൊണ്ടുവന്നാലോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി 200 റുപ്പീസിന് മേടിച്ചുകൊണ്ട് വന്നാലോ അത് നമ്മൾ എടുക്കണം എന്നില്ല. നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ ഇടയിലുള്ളതാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഇവിടെ എന്താണ് വാല്യൂസ് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് ലോവർ വാല്യൂ, അതിന് L1 എന്ന് പറയും. അപ്പർ വാല്യൂവിന് L2 എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി അടുത്തതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിലെ ഇക്വേഷൻ ആദ്യം എഴുതിയേക്കാം. എക്സ് ബാർ ഈക്വൽസ് സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്, അല്ലെങ്കിൽ എൻ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി ഈ എം എന്ന് പറയുന്ന സാധനം എന്താണ് അല്ലെ? എം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മിഡ് വാല്യൂ. എഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, അത് ഫ്രീക്വൻസി ആണെന്ന് അറിയാം. ഇനി എം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് സീരീസിൽ മാത്രമാണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഇവിടെ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് തരാറ്. ഒന്നാമത്തത് L1 ഉം L2. അപ്പം ഈ എം എങ്ങനെ ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ബാക്കിയുള്ള ഇക്വേഷൻസിന്റെ എലിമെന്റ്സ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഫ്രീക്വൻസി എഫ് ഇൻറ്റു എം എങ്ങനെ കണ്ടുപിടിക്കണം, അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം, ഇതൊക്കെ നമുക്ക് അറിയാം. ഇനി ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാറുണ്ട്. അതായത് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നും എഴുതാറുണ്ട്. സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ എന്നും എഴുതാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വരുമ്പോൾ പറയാം. ഇപ്പം നമുക്ക് കൊടുത്തിട്ടുണ്ട് മാർക്സ് തന്നിട്ടുണ്ട്, അതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പം മാർക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാം ഇവിടെ 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70 and 70 to 80. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 തൊട്ട് 20 മാർക്ക് മേടിച്ചവർ 15, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8, 10, 12, 20, 15, 18, 17. അപ്പൊ ഇത്രയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താ? അത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ എണ്ണമാണ്. അത് എപ്പോഴും ഒരു ഫ്രീക്വൻസി ആണ് നമ്മൾ കൂട്ടുക. ഇനി എക്സ് എന്ത് ചെയ്യും അല്ലെ? നമുക്ക് വേണ്ടിയത് എക്സ് ആണ് അല്ലെങ്കിൽ എം ആണ് നമുക്ക് വേണ്ടി ഇക്വേഷന്റെ എലിമെന്റിന് വേണ്ടിയത്. ഫ്രീക്വൻസികളുടെ ടോട്ടലിനെ നമുക്കറിയാം എന്താണ് സിഗ്മ എഫ് എന്നോ അല്ലെങ്കിൽ എൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് എത്രയാണ്? ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് 100 ആണ്. ഇനി നമുക്ക് എക്സ് അല്ലെങ്കിൽ എം എവിടെ നിന്ന് കിട്ടും? നമുക്കറിയാം ഇപ്പൊ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂസ് സീരീസിന്റെ ഒരു ക്വസ്റ്റനിൽ നമുക്ക് എം കണ്ടുപിടിക്കണം. എം എന്ന് പറയുമ്പോൾ എന്താണ്? L1 + L2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് എമ്മിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? L1ന്റെ വാല്യൂ ആദ്യത്തെ എക്സാമ്പിൾ ആയതുകൊണ്ട് പറഞ്ഞുതരാം. 10 + L2 20 ആണ് ഇവിടുത്തെ. 20 ഡിവൈഡഡ് ബൈ 2. അപ്പം 20 + 10 30 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ആദ്യത്തെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? കാൽക്കുലേഷൻസ് ഒക്കെ ഇവിടെ കാണും. 20 + 30 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരും? 30 + 20 50 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും 25. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത എമ്മിന്റെ വാല്യൂ 25. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, അതെല്ലാം ബാക്കിയെല്ലാം ഇതേപടി സോൾവ് ചെയ്ത് വരിക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവ തമ്മിലുള്ള വ്യത്യാസം 15 ഉം 25ന്റെ ഇടയിൽ 10ന്റെ വ്യത്യാസമാണുള്ളത് അല്ലെ. അപ്പൊ ഇനി അടുത്തത് ഇതേപോലെ തന്നെ ആയിരിക്കും. 25 എന്ന് പറയുമ്പോൾ അടുത്ത 10 35, നെക്സ്റ്റ് 10 ആഡ് ചെയ്താൽ 45. അപ്പം ഇതുപോലെ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുന്നതാണ്. ബിഗിനർ ആണെങ്കിൽ സോൾവ് ചെയ്ത് തന്നെ നോക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ജസ്റ്റ് ഷോർട്ട് കട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. 45, അടുത്തതാണ് 55, 65, 75. ഇനി ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്ന വാല്യൂസ്. അപ്പോൾ ചില ക്വസ്റ്റൻസിൽ എന്ത് ചെയ്യും? ഈ എം എന്ന് പറയുന്നതിന് എക്സ് ആയിട്ട് നമ്മൾ പുതിയ എക്സ് ആയിട്ടും കണക്ക് കൂട്ടും. അപ്പോൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റൻ ഒന്നും നമുക്ക് ഇതിന്റെ ആവശ്യം വന്നില്ല. ബിക്കോസ് മാർക്സ് ഒക്കെ അതായത് 10, 20 എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് അതിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത്. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു സ്റ്റെപ്പ് കൂടി അഡീഷണലി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ മിഡ് വാല്യൂ അല്ലെങ്കിൽ പുതിയ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എല്ലാം വളരെ ഈസി. എന്താ? നമ്മുടെ ഇക്വേഷന്റെ എലിമെന്റ്സ് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുക. എഫ് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കുക. എഫ് ഇൻറ്റു എം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സെക്കൻഡ് കോളം ഇൻറ്റു തേർഡ് കോളം. എത്ര വരും? 8 × 5, 10 × 25, 12 × 35. ഇതെല്ലാം അങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് എഴുതുക. ലാസ്റ്റ് ആണ് 1275. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ എഫ് എം. ഇക്വേഷന്റെ എലിമെന്റ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 4960. ഇനി നമ്മുടെ ഇക്വേഷനോട് അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ? എഫ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഇതെല്ലാം സാധനം നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഇസ് 4960 ഡിവൈഡഡ് ബൈ 100. കിട്ടുന്നത് എത്രയാണ്? 49.60. ഇതാണ് നമ്മുടെ എക്സ് ബാർ.
അതും കണ്ടിന്യൂസ് സീരീസിന് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ ചെയ്തത്. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നോക്കാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ x bar equals to a plus sigma f d dash by sigma f into c. ഇതാണ് അപ്പോൾ ഇക്വേഷൻ എലിമെന്റ്സ് നമുക്ക് ഓൾറെഡി അറിയാം. അസ്യൂംഡ് മീൻ, ഫ്രീക്വൻസി, കോമൺ ഫാക്ടർ x മൈനസ് a d dash എന്ന് പറയുമ്പോൾ d by c. ഇനി തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റൻ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ നമുക്കറിയാം, നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയ ആ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെത്തേഡ് വഴി ചെയ്തിട്ട് കിട്ടിയ വാല്യൂ എന്ന് പറയുമ്പോൾ 30.14 ആണ് നമ്മുടെ x ബാർ എന്ന് പറയുന്നത്. ഇനി ഇതേ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വഴി എന്ത് കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് x ബാർ ഈക്വൽസ് a പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. നമ്മുടെ ഇക്വേഷൻ എപ്പോഴും നമ്മൾ എഴുതാൻ ഓർക്കുക. എത്ര പ്രാവശ്യം നമ്മൾ ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നു അത്രമാത്രം തറോ ആവും. അപ്പോൾ നമ്മൾ ഇതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 35 അസ്യൂംഡ് മീൻ ആണ്, പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറയുമ്പോൾ -34 ആണ്. അത് നമ്മുടെ ക്വസ്റ്റനിൽ ചെക്ക് ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. ഡിവൈഡ് ബൈ 70 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് കിട്ടുന്ന അൾട്ടിമേറ്റ്ലി ആൻസർ സെയിം 30.14. അപ്പോൾ എന്താ സംഭവിച്ചത്? ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്താലും ആൻസർ എന്ന് പറയുന്നത് നമുക്ക് സെയിം തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ക്വസ്റ്റനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ് വഴി ചെയ്യാനാണെങ്കിൽ അത് തന്നെ നമ്മൾ ചെയ്യണം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറഞ്ഞെങ്കിൽ അത് തന്നെ ചെയ്തേ മതിയാവുള്ളൂ. എങ്ങനെ പോയാലും ആൻസർ കിട്ടിയാൽ പോരെ എന്നുള്ളത് ചിന്തിച്ചാൽ പോരെ. ഇനി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ള അടുത്തൊരു കോൺസെപ്റ്റ് ആണ് മീഡിയൻ. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ഒത്തിരി വാല്യൂസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് മിഡ് ആയിട്ട്, അതായത് നടുവിൽ മുറിക്കുവാണെങ്കിൽ അല്ലെ, ഈക്വൽ പീസസ് ആയില്ലേ, ഇപ്പം ഇവിടെയും ഈക്വൽ ആണ്. ഈക്വൽ പീസസിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് മീഡിയൻ. അപ്പം മീഡിയൻ ആണ് ഈ ഒരു ഒബ്സർവേഷനെ, നമ്മുടെ ഈ ഒരു വേരിയബിൾസിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഒരു ഫസ്റ്റ് പാർട്ടും ഇത് സെക്കൻഡ് പാർട്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്നതാണ് മീഡിയൻ, അതായത് നടുക്കുള്ളവൻ എന്നൊക്കെ ഒരു മീനിങ് പറയാം. ഇനി ഒരു പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മോർ ദാൻ മീഡിയൻ ആയിരിക്കും, മീഡിയനേക്കാളും കൂടുതൽ വാല്യൂസ് ഉള്ളതായിരിക്കും, ഗ്രേറ്റർ ദാൻ. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ലെസ് ദാൻ ആയിരിക്കും, മീഡിയനേക്കാളും കുറഞ്ഞ വാല്യൂസ് ഉള്ളവരായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കലി മീഡിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒബ്സർവേഷനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം കമ്പ്യൂട്ടേഷൻ ഓഫ് മീഡിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ദ മീഡിയൻ ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടഡ് ബൈ സോർട്ടിംഗ് ദ ഡേറ്റ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആൻഡ് ഫൈൻഡിംഗ് ഔട്ട് ദ മിഡ് വാല്യൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇക്വേഷൻ ഒന്നും ഇല്ല, ആകെ 2 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? അറേഞ്ച് ഡേറ്റ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് ദ മിഡ് വാല്യൂ. അപ്പോൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ, എം എങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ വാല്യൂ L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് നമ്മുടെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് മാത്രം അങ്ങോട്ട് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നമ്പർ 6 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എന്താ കൊടുത്തിരിക്കുന്നത്? ദ ഫോളോയിങ് ഡേറ്റ പ്രൊവൈഡ്സ് മാർക്ക് ഓഫ് 20 സ്റ്റുഡൻസ്. 20 കുട്ടികളുടെ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 20 കുട്ടികളുടെ മാർക്സ്. അപ്പോൾ ഇതിന്റെ കൊടുത്തിട്ടുണ്ട് 25, 72, 28 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ്ഡ് ആണ്, ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അനുസരിച്ച് എന്ത് ചെയ്യണം? ആദ്യമേ സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിന് മനസ്സിലാക്കുക ഏറ്റവും സ്മോൾ ഏതാണ്? 25, പിന്നെ 28, 29 ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യമേ നമ്മൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? നമുക്കറിയാം ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആണ് അല്ലേ. അപ്പം ഇൻഡിവിജ്വൽ സീരീസിന്റെ കേസിൽ ഇവിടെ L1 L2 എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളുടെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മൾ പറഞ്ഞത് എന്താ ഒരു റേഞ്ച് കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ L1 ഉം L2 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് സീരീസ് ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല L1 L2 എന്നുള്ളത്. അപ്പം ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡേറ്റനെ അറേഞ്ച് ചെയ്തല്ലോ 25, 28, 29 അങ്ങനെ നമ്മൾ 72 വരെ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 20 ആണ് അല്ലെ, 20 സ്റ്റുഡൻസിന്റെ മാർക്കാണ്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റേഞ്ച് കണ്ടുപിടിക്കുക, അതായത് 20 കുട്ടികളുടെ മാർക്കാണ്. അപ്പോൾ 20ന്റെ ഹാഫ് എത്രയാണ്? 10 ആണ് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇവിടെ 10 വരുന്നത് നോക്കാം നമുക്ക്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10ന്റെയും പിന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 45 വേണമെങ്കിൽ എടുക്കാം, 46 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 42 വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതെല്ലാം മിഡ് വാല്യൂ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കറക്റ്റ് 45 എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് മിഡ് ആണ് അല്ലെ, അത് നമുക്ക് യാതൊരു തർക്കവും ഇല്ല. അതിന് തൊട്ട് മുന്നേ ഉള്ളതാണ് ഇത് 10ാമത്തെ ടേം ആണ്. 10ാമത്തെ ടേം ആണ് 45. 9ാമത്തെ ടേം 42 വേണമെങ്കിൽ എടുക്കാം. ഇനി 11ാമത്തെ ടേം 46നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് 45 നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണ്, ഇവ രണ്ടിനെ 10ാമത്തെയും 11ാമത്തെ ഐറ്റത്തിനെ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമുക്ക് മീഡിയൻ ഈക്വൽസ് 45, അതാണ് ലോവർ ടേം. ഇവിടെ L1 എന്ന് പറയുന്നത് വേണമെങ്കിൽ എടുക്കാം, ലോവർ ടേം പ്ലസ് L2 എന്ന് പറയുമ്പോൾ 46 ഡിവൈഡഡ് ബൈ 2 എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 45.5 മാർക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിനെയും കമ്പയർ ചെയ്യാം. 9ാമത്തെ ടേമും 10ാമത്തെ ടേമും വെച്ച് വേണമെങ്കിലും കമ്പയർ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. പൊസിഷൻ ഓഫ് ദ മീഡിയൻ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും? അതായത് ഇത്ര മാർക്ക് കിട്ടി നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ സീരീസ് ആയതുകൊണ്ട് മനസ്സിലായി. ഇനി ചില സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊസിഷൻ മാത്രം കണ്ടുപിടിക്കും. പൊസിഷൻ ഓഫ് മീഡിയൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് n+1 ടേം ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതായത് n+1/2th ടേം ബൈ 1/2th ടേം അല്ലെങ്കിൽ ഐറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അകത്ത് n എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമുക്ക് അറിയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 4 കിട്ടുന്നു വെച്ചോ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 4th ഐറ്റം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു വെച്ചോ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ആകുമ്പോൾ നമുക്ക് ഡയറക്ട്ലി നമുക്ക് ആ നമ്പർ കിട്ടും അല്ലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നില്ല, നേരിട്ട് നമുക്ക് മീഡിയൻ കിട്ടി. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 4th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1, 2, 3, 4. അപ്പോൾ 4ാമത്തെ ഏത് നമ്പർ ഇരിക്കുന്നു അതായിരിക്കും നമ്മുടെ ആൻസർ. അല്ലാണ്ട് 4th ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് ആൻസർ ആയിട്ട് കൂട്ടരുത്. പൊസിഷൻ ഓഫ് ദ മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 4th ഐറ്റം എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ഹിന്റ് മാത്രമാണ്. ഇതിൽ ഫോർത്ത് ഐറ്റം ഏതാണെന്ന് കണ്ടുപിടിക്കണം. 1, 2, 3, 4 നാലാമത്തെ ഐറ്റം ആയിരിക്കും ആൻസർ നമ്മുടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിന്റെ അടുത്തൊരു ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഈ ഒരു കോൺസെപ്റ്റ് ക്ലീൻ ആക്കാനാണ് കേട്ടോ. അപ്പൊ എന്താ നോക്കിയേ, ഇവിടെ നമുക്ക് അറിയാം ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താണ്, അർത്ഥം എന്താണ് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. അപ്പം ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻകം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻകം എത്രയാണ് 10, 20, 30, 40. ഇനി അടുത്ത് നമ്പർ ഓഫ് പേഴ്സൺസും കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര പേരുണ്ട്, 2 രൂപ 10 രൂപ ഇൻകം മേടിക്കുന്നവർ 2 പേര്, 20 രൂപ എന്ന് പറയുന്നത് 4 പേർക്ക്, 30 റുപ്പീസ് എന്ന് പറയുമ്പോൾ 10 ആൾക്കാർക്ക്, 40 റുപ്പീസ് 4 ആൾക്കാർക്ക്. അപ്പം ഇതാണ് നമ്മുടെ നമ്പർ പറയുന്നിടത്താണ് ഫ്രീക്വൻസി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് ഡിസ്ക്രീറ്റ് ഡേറ്റ ആണെന്ന് മനസ്സിലാക്കുക, ബിക്കോസ് ഇവിടെ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ. ഇനി 0 to 20 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആയി മാറിയാണ്. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മീഡിയന്റെ ഇക്വേഷൻ ഏത് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട L1 + L2 എന്നുള്ളതാണോ? അല്ല, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മീഡിയന്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കണം. ബിക്കോസ് ഇവിടെ കറക്റ്റ് വാല്യൂസ് അല്ല, ഫ്രീക്വൻസീസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുക. n+1/2th ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? n എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, ഫ്രീക്വൻസീസിന്റെ ടോട്ടൽ ആണ് n എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് കിട്ടുന്നത് 20 ആണ്. ഓക്കെ, 20 ആണ് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം n+1 എന്ന് പറയുമ്പോൾ 20 + 1/2. 20 + 1 എന്ന് പറയുമ്പോൾ 21/2. അപ്പൊ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് 10.5th ഐറ്റം ആണ് കേട്ടോ. 10.5th ഐറ്റം. ഇനി 10.5th ഐറ്റം എന്ന് പറയുമ്പോൾ ഈ ഒബ്സർവേഷനിൽ എത്രാമത്തെ സാധനമാണ്, എത്രാമത്തെ ഐറ്റം ആണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കാനുണ്ട്, അതാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, 2 എന്ന് പറഞ്ഞാൽ എഴുതി. നെക്സ്റ്റ് ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്, 2 + 4 വരും. അപ്പൊ എത്രയായി, 6 ആയി. ഇനി അടുത്ത വരുമ്പോഴത്തേക്കും എന്താണ്, ഈ 3 എണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്യും. അതായത് 10 + 4 + 2 ദാറ്റ് ഈസ് 16. ഇനി അടുത്ത വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടി ആഡ് അപ്പ് ചെയ്ത് 20 എന്ന് നമുക്ക് വരും. അപ്പൊ 10.5th ഐറ്റം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെയാണ്, ഈ പറയുന്ന ഒരു ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഇൻകം എത്രയാണ് നമുക്ക് പറഞ്ഞാൽ എത്ര കിട്ടും, അതിന്റെ ഇൻകം ആണ് 30. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന 10.5th ഐറ്റം എന്ന് പറയുമ്പോൾ ഇതിനോട് അടുത്താണ് വരുന്നത് അല്ലെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 16 ആണ്, ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 30 ആണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും therefore the median income ഈ 4 ഫാമിലീസിന്റെ മീഡിയൻ പറയുന്നത് എന്താണ്, അത് 30 ആണ്, ₹30 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിനെ നോക്കാം. കണ്ടിന്യൂസ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് ഓൾറെഡി അറിയാം എന്താണെന്നുള്ളത് അല്ലെ. ഇനി അവിടെ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നതിന്റെ സ്പെഷ്യാലിറ്റിയും കൂടി നമുക്ക് അനലൈസ് ചെയ്യാം. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. n+1/2th ഐറ്റം എന്ന് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞത് അല്ല, അതല്ല ഇവിടെ ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ അതിന്റെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തും. അതാണ് n/2th ഐറ്റം. ഇതാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ള മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, n/2th ഐറ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മീഡിയം നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്കൊരു പൊസിഷൻ കിട്ടും. അതായത് 20th ഐറ്റം എന്നോ അല്ലെങ്കിൽ 30th ഐറ്റം എന്നോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഹിന്റ് കിട്ടും. ആ ഹിന്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട്. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, L + n/2 - CF. CF എന്ന് പറയുമ്പോൾ അവർക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി ഇൻറ്റു H. ഇനി ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ L എന്ന് പറയുമ്പോഴത്തേക്കും ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. അപ്പൊ നമ്മൾ ഈ ഐറ്റം ലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്ക് ആ ഐറ്റം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 to 40 എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ ഇടയിലാണ് നമ്മുടെ ഐറ്റം കിടക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് അറിയാം അല്ലെ. പക്ഷേ ആക്ച്വൽ ഫിഗറിലോട്ട് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ ഈ മീഡിയൻ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ഇതാണ് നമ്മുടെ L. ഇനി n/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ n എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയാം, /2 ചെയ്യാനും അറിയാം. മൈനസ് CF എന്ന് പറയുമ്പോൾ എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്, ഓഫ് ദ പ്രിസീഡിംഗ് മീഡിയൻ ക്ലാസ്. ഇനി F എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്, മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണോ അത്. പിന്നെ അടുത്തത് H എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മീഡിയൻ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 30 to 40 ആണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഡിഫറൻസ് എത്രയാണ്, 10 ആണ്. അപ്പൊ H = 10 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ബേസിക്കലി ഇക്വേഷന്റെ എലിമെന്റ്സ് കിടക്കുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ നമ്പർ 8 ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ നമ്പർ 8 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് 55 to 60. അപ്പൊ നമുക്ക് ഇവിടുന്ന് വരയ്ക്കാം. ഡെയിലി വേജസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 55 to 60. നെക്സ്റ്റ് ഓക്കെ, ഇത് റിവേഴ്സ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കാം, ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 to 25. ആദ്യമേ 20 to 25, പിന്നെ 20 to 25 ആണ് 14. ഓക്കെ, ഇത് ഇവർ റിവേഴ്സ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ആദ്യമേ നമ്മൾ തെറ്റിച്ചത്. 25 to 30 നമുക്ക് കിട്ടുന്നു 28, പിന്നെ 30 to 35 33, 35 to 40, 40 to 45, 45 to 50, 50 to 55, 55 to 60. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡേറ്റ തന്നിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ വേജസിലോട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് മനസ്സിലാക്കുക. അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 35 to 40 30, പിന്നെ 20, പിന്നെ അടുത്തത് 15, പിന്നെ 13, പിന്നെ 7. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലായി എന്താ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ. 14 പ്ലസ് ആദ്യമേ എന്താണ് 14 പ്ലസ് ആഡപ്പ് ചെയ്യുക, 28 + 14 42. ഇനി 3 എണ്ണത്തിനെയും കൂടി ആഡ് ചെയ്താൽ 75, 4 എണ്ണത്തിനെയും കൂടി ആഡ് ചെയ്താൽ 105. അതുപോലെ നമ്മൾ കണ്ടുപിടിക്കുക. 125 എന്ന് വരും, പിന്നെ 140 എന്ന് വരും, 153 ആൻഡ് 160. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസീസിന്റെ ടോട്ടൽ എത്രയാണ്, 160 ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ n/2th ടേം ആണെന്ന് വിചാരിക്കുക, മനസ്സിലാക്കുക. കണ്ടിന്യൂസ് സീരീസിലാണതുകൊണ്ടാണ് കേട്ടോ. n/2th ടേം. അപ്പം എന്റെ വാല്യൂ 160 ഡിവൈഡഡ് ബൈ 2 80 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 80 എന്ന് പറഞ്ഞ ആൻസർ എഴുതി പോയേക്കല്ലേ, 80th ഐറ്റം ആണ് കേട്ടോ. 80th ഐറ്റം എവിടെയാണ് നമ്മുടെ 80th ഐറ്റം കിടക്കുന്നത്, 80 ആയിട്ട് അടുത്ത് വരുന്ന ഐറ്റം എവിടെ കിടക്കുന്നത് നമുക്കറിയാൻ പറ്റും. 18നോട് അടുത്ത് വരുന്നത്
ഇതാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്ലാസ് ആണ് 35 to 40 എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് നമ്മുടെ 80th ഐറ്റമുമായിട്ട് സിമിലർ ആവുന്നത്, അടുത്ത് ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും, ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മീഡിയൻ ക്ലാസ് കിട്ടിയാൽ മതിയോ? ഇല്ല, നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ L plus n/2 minus CF divided by F into H ആണെന്ന് അറിയാം. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലായി ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഏതാണ് നമ്മൾ പറഞ്ഞത്? 35 to 40 അല്ലേ? അപ്പൊ അതിന്റെ ലോവർ വാല്യൂ 35 പ്ലസ് n/2 എത്രയാ? 80 ആണ് കിട്ടിയത് നമുക്കറിയാം. മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രീവിയസ് ക്ലാസ്, അതായത് ഇതിന് മുന്നേ ഉള്ള പ്രീസീഡിംഗ് ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 75, 75 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് 30 ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. അപ്പൊ എത്രയാണ്? 35 ഉം 40 ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഡിഫറൻസ് ആണ് 5. അപ്പൊ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് ₹35.83 എന്ന്. ഇതാണ് നമ്മുടെ മിഡ് വാല്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത് കണ്ടുപിടിച്ചിട്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇതിന് ഒരു മീനിങ് ഫുൾ കൺക്ലൂഷൻ ഡ്രോ ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരും, അതായത് ഒരു പരമാവധി മിഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് 35.83 ആണ് എല്ലാവർക്കും ശരാശരി കിട്ടുന്ന ഒരു വരുമാനം, ഓൾമോസ്റ്റ് എല്ലാവർക്കും. പക്ഷെ എന്നാലും ചിലർക്ക് എന്ത് ചെയ്യാം, 50% ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ ഏൺ ചെയ്യുന്നവരുണ്ട്, അതേപോലെ ഇതിൽ താഴത്തോട്ട് ഏൺ ചെയ്യുന്നവർ ഒരു 50% ആൾക്കാർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്വാർട്ടൈൽസ് ആണ്. ക്വാർട്ടൈൽസ്. ഇനി ക്വാർട്ടൈൽസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒബ്സർവേഷനെ ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പം ക്വാർട്ടൈൽസ് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒബ്സർവേഷൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ മീഡിയന്റെ സ്പെഷ്യാലിറ്റി എന്താ? നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയുണ്ടോ ആ ഒബ്സർവേഷൻസിന് നമ്മൾ നടുവേൽ മുറിക്കുന്നു അല്ലെ, 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മീഡിയന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞത്, മീഡിയന്റെ സ്വഭാവം പറഞ്ഞത്. പക്ഷേ ക്വാർട്ടൈൽസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ക്വാർട്ടൈൽസ് ഡിവൈഡ് ചെയ്യുന്നത് 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ്. അതായത് 1, 2, 3 ആൻഡ് 4. അതായത് ക്വാർട്ടൈൽസ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒബ്സർവേഷനെ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് Q1, Q2, Q3. Q4 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്സ് 4 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് കുറഞ്ഞായിട്ടായിരിക്കും നമ്മുടെ ഈ വാല്യൂസ് ഉണ്ടാകുക. ഓക്കെ, അപ്പം 3 ക്വാർട്ടൈൽസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഒബ്സർവേഷനെ ഡിവൈഡ് ചെയ്യുന്നത്. Q1 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ശതമാനമാണ്? നമ്മുടെ ഒബ്സർവേഷനെ 25% ആണ് ഡിവൈഡ് ചെയ്യുന്നത്. 25%. അപ്പൊ Q1 നമ്മൾ പറയും ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും, ഫസ്റ്റ് ക്വാർട്ടൈൽ. ഇനി Q2 എന്ന് പറയുമ്പോൾ എന്താണ്? സെക്കൻഡ് ക്വാർട്ടൈൽ. Q3 എന്ന് പറയുമ്പോൾ തേർഡ് ക്വാർട്ടൈൽ. ഇനി സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവനെ എങ്ങനെ വിളിക്കും? ഇവൻ നമ്മുടെ ഒബ്സർവേഷനെ 50% ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ഒരു ടോട്ടൽ ഒബ്സർവേഷനെ നമ്മൾ ഹാഫ് ആയിട്ട് നടുവേ മുറിക്കുന്ന പോലെ 50% ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ക്വാർട്ടൈൽ 3യുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അവൻ നമ്മുടെ ആ ഒരു ഒബ്സർവേഷൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? അത് ഒബ്സർവേഷന്റെ 75% എന്താണ് കവർ അപ്പ് ചെയ്യുന്നതാണ് Q3. അപ്പം Q4 അറിയാലോ, അതായത് ലാസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ 100% ആവുള്ളൂ. ഇനി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ Q1 എപ്പോഴും ഏറ്റവും ചെറുതാണ്. ഓക്കെ, Q1നേക്കാളും കൂടുതലായിരിക്കും Q2, Q2നേക്കാളും കൂടുതലായിരിക്കും Q3. ഓക്കെ, Q1 ഏറ്റവും സ്മോൾ ആണ്, Q2 എന്ന് പറയുമ്പോൾ നടുക്കുള്ളവനാണ്. അപ്പൊ ഈ നടുക്കുള്ളയാൾ 50% ഡിവൈഡ് ചെയ്യും അല്ലെ, പകുതി ഹാഫ്. അപ്പൊ ഇവനെ നമുക്ക് എന്ത് വിളിക്കാം? ഇവനെ നമുക്ക് മീഡിയൻ എന്ന് വിളിച്ചാലും തെറ്റില്ല. ബിക്കോസ് ഇവന്റെ സ്വഭാവം എന്താണ്? മീഡിയനെ പോലെ തന്നെയാണ്. ഒരു ഒബ്സർവേഷനെ രണ്ടായിട്ട് ഇവൻ മുറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവനെ നമുക്ക് മീഡിയൻ എന്നും വിളിക്കാം. നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 11th ക്ലാസ്സിൽ എനിക്കൊന്നും വലിയ കൂടുതലായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഈ കോൺസെപ്റ്റുകൾ മാത്രം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ആണ് പെർസെന്റൈൽസ്. ഈ പെർസെന്റൈൽസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ അത് ഔട്ട് ഓഫ് 100 ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അല്ലേ. അപ്പം പെർസെന്റൈൽസിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. നമ്മുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാൻ പറ്റൂല, എന്നാലും ചുമ്മാ ഡ്രോ ചെയ്തേക്കാം. നമ്മുടെ ഒബ്സർവേഷനെ എത്ര പാർട്സ് ആയിട്ടാണ്? 100 ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമ്മുടെ ഒബ്സർവേഷൻ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 99 പ്രാവശ്യം നമ്മൾ ഇവനെ മുറിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും 100 പാർട്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ P1, നെക്സ്റ്റ് P2, P3 അങ്ങനെ എവിടെ വരെ പോകും? P100 വരെ പോവോ? ഇല്ല, P99 വരെ പോകും ഓർത്തോണം. 100 പാർട്സ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് P100 എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കല് പൊട്ടത്തരായി പോകും. ക്വാർട്ടൈൽസ് 4 ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് Q4 എന്ന് എഴുതിയേക്കല് അതും പൊട്ടത്തരായി പോകും. മനസ്സിലായില്ലേ? ഇനി നമ്മളെപ്പോഴും മനസ്സിലാക്കുക പെർസെന്റൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഇന്നത്തെ കാലത്തെ UGC നെറ്റ് അതുപോലെ തന്നെ CUET ഈ പറഞ്ഞ എക്സാംസിലെല്ലാം പെർസെന്റൈൽ ബേസിസിലാണ് മാർക്ക് വീഴുന്നത്. അതേപോലെ നീറ്റ് അതേപോലെ എല്ലാവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ മാർക്സ് വരുന്നത് പെർസെന്റൈൽസിന്റെ ബേസിസിലാണ്. അല്ലാണ്ട് നമ്മൾ പരീക്ഷ പോയി എഴുതുമ്പോൾ ഔട്ട് ഓഫ് 20 ഇത്ര കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയല്ല. ടോട്ടൽ സ്റ്റുഡൻസ് എത്ര അപ്ലൈ ചെയ്യുന്നു അതിന്റെ ബേസിസിലായിരിക്കും ഈ പറയുന്ന എക്സാംസിന്റെ മാർക്സ് ഒക്കെ കിടക്കുന്നത്. അതായത് ടോട്ടൽ നമ്മൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ഇവിടെ ചെറിയൊരു കാൽക്കുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ക്വാർട്ടൈൽസിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്വാർട്ടൈൽസിന്റെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. ഇപ്പം ക്വാർട്ടൈൽസിന്റെ ഇപ്പം എക്സാമ്പിൾ നമ്പർ 9 പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 3 ഇക്വേഷൻ ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. പക്ഷേ Q2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മീഡിയന്റെ അതേ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ബിക്കോസ് ഇത് മീഡിയന്റെ സെയിം ഇവിടെ ഒരു അർത്ഥം വരുന്നത് മീഡിയന്റെ അതേ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ടിന്റെ ആവശ്യമില്ല. മീഡിയൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അതേ വാല്യൂ ഇവിടെ എഴുതിയാൽ മതി. Q1 എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസ് ഓഫ് n+1/4 ഐറ്റം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 4 ആണെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മേലായിട്ട് നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? നമ്മൾ മീഡിയത്തിന്റെ ക്വസ്റ്റൻ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കണ്ടു n+1/2 ആണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. n+1/2 എന്ന് കണ്ടു, n/2 എന്ന് കണ്ടു. അതൊക്കെ എന്തുകൊണ്ടാണ്? അത് മീഡിയൻ ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? ക്വാർട്ടൈൽസിന്റെ സ്വഭാവം അവിടെ 4 ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ n+1/4 ഐറ്റം ആയിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യുക. ഇനി അടുത്തത് Q3 എങ്ങനെ കണ്ടുപിടിക്കണം? സൈസ് ഓഫ് n+1/4 എന്നുള്ളത് തന്നെയല്ല
ഇവിടെ വേറെ ഒരു വെറൈറ്റി ഉണ്ട്. അതായത് ഇവിടെ ആദ്യം ഒരു 3 കൂടി വരും. 3 into n+1/4 ഐറ്റം എന്ന് നമ്മൾ ഇതിനെ എഴുതും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലോവർ ക്വാർട്ടൈൽ ഫ്രം ദ ഡേറ്റ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻഡിവിജ്വൽ സീരീസിനെ ഏറ്റവും ആദ്യമേ അസെൻഡിംഗ് ഓർഡറിലോട്ട് അറേഞ്ച് ചെയ്യാം. ആ സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ലോവർ ക്വാർട്ടൈൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി, അതായത് Q1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ Q1ന്റെ ഇക്വേഷൻ എഴുതുന്നു, നമുക്ക് കിട്ടുന്ന വാല്യൂ 2.75 എന്ന് കിട്ടുന്നു. ഈ 2.75 എന്ന് പറയുന്നത് ഏതുമായിട്ട് സിമിലർ ആണ്, ഇനി ഏത് ഐറ്റത്തിന്റെ അടുത്താണ് കിടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഐറ്റം പ്ലസ് 0.75 ഐറ്റം. അതായത് അതെവിടെ കിടക്കുന്നത്, സെക്കൻഡ് ഐറ്റം നമ്മുടെ 12ഉം 14ഉം ആണ് അല്ലെ. അപ്പം സെക്കൻഡ് ഐറ്റം ഉണ്ട് പ്ലസ് ഒരു 0.75 മൂന്നാമത്തെ ഐറ്റത്തിന്റെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് വാല്യൂലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 13.5 മാർക്സ്. അപ്പം അതായത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ടോട്ടൽ ഈ എത്ര മാർക്സ് ഉണ്ട്, എക്സാമിനേഷൻ 10 കുട്ടികളുടെ മാർക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 10 കുട്ടികളുടെ ആവറേജ് അല്ലെങ്കിൽ ഈ ഒരു മീഡിയൻ മാർക്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡ് മാർക്സ് എന്ന് പറയുമ്പോൾ 13.5 ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ Q3 വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് മോഡ്. ഇത് ബേസിക്കലി അടുത്തൊരു ആവറേജ് ആണ്. നമ്മൾ പറഞ്ഞു അരിത്മാറ്റിക് മീൻ പറഞ്ഞു, മീഡിയൻ പറഞ്ഞു, അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് മോഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ മോഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒബ്സർവ്ഡ് ഡേറ്റ വാല്യൂ. മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഡേറ്റ വാല്യൂനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 4 6 8 2 4 3 2 2 6 ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ഏറ്റവും കൂടുതൽ പ്രാവശ്യം തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്, നമുക്ക് കാണാൻ പറ്റും 2 ആണ് അല്ലേ. 4 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ ആകെ 2 പ്രാവശ്യമുള്ളൂ, 4 2 പ്രാവശ്യമുള്ളൂ, 6 2 പ്രാവശ്യം, 8 1 പ്രാവശ്യം. അപ്പം 2 ആണ് ഇവിടുത്തെ മോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് M0 എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊണ്ടാണ്. M0 എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ M0 = 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലോ, ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് കൊടുത്തിട്ടുണ്ട്, ഒരു വേരിയബിൾ 10 20 30 40 50 അതിന്റെ ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് 2 ഒരു പ്രാവശ്യമുള്ളൂ, 8 ഒരു പ്രാവശ്യമുള്ളൂ, 20 ഒരു പ്രാവശ്യമുള്ളൂ. ഇതല്ല, നമ്മൾ ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതാണോ അതാണ് മോഡ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മോഡ് ഏതാണ്, ഇവിടുത്തെ മോഡാണ് 20. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലും അതേപോലെ കണ്ടിന്യൂസ് സീരീസിലും മോഡായിട്ട് കണക്ക് കൂട്ടുക. അപ്പം കൂടുതൽ ഫ്രീക്വൻസി ഏതാണോ അതിന്റെ വാല്യൂ എത്രയാണ്, 30 എന്ന് പറയുന്നതാണ് അതിന്റെ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് മോഡ് = 30 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഒരിക്കലും മാർക്ക് കളയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ അല്ല. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ് നമ്മൾ പറഞ്ഞു. ഇനി കണ്ടിന്യൂസ് സീരീസിലാകുമ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. അതായത് മോഡിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ L+D1/D1+D2 × H എന്ന് വരും. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിലും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഫ്രീക്വൻസി ആണെന്ന് നമുക്കറിയാം. ഇനി ഈ ഇക്വേഷന്റെ എലിമെന്റ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. L എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. D1 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിംഗ് ദ മോഡൽ ക്ലാസ്. D2 എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് സക്സീഡിംഗ് ദ മോഡൽ ക്ലാസ്. ഇനി H എന്ന് പറയുമ്പോൾ ക്ലാസ് ഇന്റർവൽ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്ക് ചെറിയൊരു ക്വസ്റ്റൻ വഴി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ലെസ് ദാൻ മോർ ദാൻ എന്നുള്ള ഒരു ഫ്രീക്വൻസീസിലാണ് ഇവിടെ നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിന് ഏറ്റവും ആദ്യമേ നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യും. ലെസ് ദാൻ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 താഴെയുള്ളവരാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. 45 താഴെയുള്ളവരാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ 45 തൊട്ട് 50 വരെയുള്ളവർ നമ്മൾ എവിടെ പെടുത്തണം, ഇവിടെ പെടുത്തണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, നമ്മൾ ഏറ്റവും ആദ്യമേ നമ്മുടെ ഇൻകം ഗ്രൂപ്പ് എഴുതുമ്പോഴത്തേക്കും 45 to 50 എന്ന് എഴുതുക. ദെൻ അടുത്തത് എന്താണ്, ലെസ് ദാൻ 40 ആണ്, ലെസ് ദാൻ 40 to 45. അപ്പോൾ 40 to 45 എന്ന് എഴുതുക. ഇനി ഇതേപോലെ തന്നെ ബാക്കി അനലൈസ് ചെയ്തിട്ട് എഴുതുക. പിന്നെ നമുക്ക് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സാധാരണ ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറ്, നമുക്ക് ഫ്രീക്വൻസി തരും, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാറ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും റിവേഴ്സ് ഓർഡറിൽ ചെയ്യണം. നമ്മൾ കുഴപ്പിക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റൻ ആണ് അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളാണ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്താനാണ് ഇനി ശ്രമിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇവ തമ്മിലുള്ള വ്യത്യാസം 97 - 95 എത്രയാണ്, 2 ആണെന്ന് നമുക്കറിയാം. ഇനി അതേപോലെ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാം 95 - 95 ആണെന്ന് അറിയാം. അതുപോലെ ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം ഇതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ അക്കൗണ്ടൻസി പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ഏത് രീതിയിൽ ക്വസ്റ്റൻ വരുന്നോ അതനുസരിച്ച് സോൾവ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ജസ്റ്റ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. ഇനി H എന്ന് പറയുമ്പോൾ മോഡൽ ക്ലാസ് ഏതാണോ ആ മോഡൽ ക്ലാസിന്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 45 - 40 ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 5 ആണ്. അപ്പം H = 5 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ജസ്റ്റ് ഓവറോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ ഏകദേശം ഫിനിഷ് ആകുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി മെയിൻ ആയിട്ടുള്ള 3 ആവറേജിനെ പറ്റിയാണ് പഠിച്ചത്. ആവറേജസ് എത്ര തരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും പറഞ്ഞാൽ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആണ്. ഈ 3 ടൈപ്പിലാണ് നമ്മുടെ ആവറേജസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്വാർട്ടൈൽസും ഡെസൈൽസും ഒക്കെ അതിന്റെ ഓരോ സബ് ഗ്രൂപ്പ് ആണ്, സബ് കാറ്റഗറീസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അരിത്മാറ്റിക് മീനിനെ നമ്മൾ X ബാർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാം. തൽക്കാലം നമ്മൾ ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ് ME, മീഡിയനെ നമുക്ക് M1 MI, ദെൻ മോഡിനെ നമ്മൾ M0 എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, MO എന്ന് വേണമെങ്കിൽ കൊടുക്കാം. മോഡ് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് ഈ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ചെറിയൊരു റിലേഷൻ ഉണ്ട്. ദ മീഡിയൻ ഇസ് ഓൾവേസ് ബിറ്റ്വീൻ ദ അരിത്മാറ്റിക് മീൻ ആൻഡ് ദ മോഡ്. മീഡിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അവൻ നടുക്കിരിക്കുന്ന ആളാണ്. ഓക്കെ, അവൻ മീനും മോഡിന്റെയും ഇടയ്ക്കിരിക്കുന്ന ആളാണ് മീഡിയൻ എന്ന് മനസ്സിലാക്കുക. ഇനി എപ്പോഴും എന്താണ്
മീനിന്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ മീഡിയൻ വിൽ ബി ഗ്രേറ്റർ ദാൻ മോഡ്. ഇനി അതേപോലെ നമുക്ക് പറയാൻ പറ്റും മീൻ ക്യാൻ ബി ലെസ് ദാൻ മീഡിയൻ ക്യാൻ ബി ലെസ് ദാൻ മോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ബന്ധം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇതാണ് മീൻ മീഡിയൻ മോഡ് തമ്മിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്ത് കുറച്ച് ഇക്വേഷൻസും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൺക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ തിയറി പോർഷൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തേക്കാം, വർക്ക്ഔട്ട് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക. താങ്ക് യു.